അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന താരീഖിൻ്റെ വിഷയത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒരു മോഡൽ പേപ്പറാണ്. ഇപ്പോൾ നിലവിൽ സിലബസ് മാറിയത് കൊണ്ട് പുതിയ പേപ്പറൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഏഴിൽ പഠിക്കുന്നവരാണെങ്കിൽ പാഠഭാഗങ്ങളിലെ അർത്ഥങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു ആപ്പ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മദ്രസ മലയാളം എന്നാണ് ആപ്പിൻ്റെ പേര്. നിലവിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നേരെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആദ്യ പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്. യോജിപ്പിക്കാം എന്ന പ്രവർത്തനത്തിലെ ഒന്നാമത്തെ ചോദ്യം, അൽ ഇമാമുൽ അഅ്ലമു എന്ന പേരിൽ അറിയപ്പെട്ടു. അൽ ഇമാമുൽ അഅ്ലം എന്ന പേരിൽ അറിയപ്പെട്ടതാരാണ്? അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് അടിയിൽ കാണാം. അൽ ഇമാമുൽ ഹനീഫ അൽ ഇമാമു അബു ഹനീഫ. ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അബു ഹനീഫ ഇമാമാണ്. 2, മദീനയിൽ അദ്ദേഹം വാഹനത്തിൽ കയറുമായിരുന്നില്ല. അതേതാണ് ഇമാമ്? അൽ ഇമാം മാലിക്. നബി തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, മദീനയെ ബഹുമാനിച്ചുകൊണ്ട് അവിടുന്ന് വാഹനം കയറുമായിരുന്നില്ല മദീനയിൽ. അത് അൽ ഇമാം മാലിക് റഹിമഹുല്ലാ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറയ്ക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് അതാരെക്കുറിച്ചാണ്? അത് നമ്മുടെ ഇമാമായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എന്നിവരാണ്. 4, ശരിയായ ദീനുൽ ഇസ്ലാമിൻ്റെ മാർഗം പിന്തുടരുന്നവരാണ്. ആരാണത്? അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ എന്ന പേരിലാണ് അവർ അറിയപ്പെടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 5, ദീനിൽ പുതിയ വാദങ്ങൾ കടത്തിക്കൂട്ടുന്നവർ ആരാണ്? കടത്തിക്കൂട്ടുന്നവർ ദീനിൽ പുതിയതായുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ് ആര്? അവരാണ് മുബത്തദിഊകൾ. 6, കർമ്മശാസ്ത്ര വിധിയാണ്. കർമ്മശാസ്ത്ര വിധിയാണെന്ത്? ഫത്വ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 7, സ്വഹാബികളിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ചത് ആരാണ്? സ്വഹാബികളിൽ നിന്ന് താബിഈകളാണ്. നബി തങ്ങളിൽ നിന്ന് സ്വഹാബികളും സ്വഹാബികളിൽ നിന്ന് താബിഈകളാണ് നേരിട്ട് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 2 വീതം ഉദാഹരണം എഴുതണം. 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഉദാഹരണം എഴുതി കൊടുക്കലാണ് ചെയ്യേണ്ടത്. 1, ഇമാം ഷാഫിഈ ഇമാമിൻ്റെ മക്കൾ. ഷാഫിഈ ഇമാമിൻ്റെ മക്കൾ ആരൊക്കെയാണ്? 1, മുഹമ്മദ് എന്നിവരും, അബുൽ ഹസൻ, ഫാത്തിമ, സൈനബ്. ഇതിലേതെങ്കിലും 2 എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം മദീനയിൽ താബിഈകൾ ദീനീ നിയമങ്ങൾ പഠിക്കാൻ സമീപിച്ചിരുന്ന പ്രധാന സ്വഹാബിമാർ ആരൊക്കെയാണ്? ആ സ്വഹാബിമാരെന്നു ആരൊക്കെയാണ്? 1, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇവരാണവർ. 3, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലായുടെ പ്രത്യേകതകൾ. അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപാര ബുദ്ധിശക്തിയുള്ളവരായിരുന്നു. അതുപോലെ ഓർമ്മശക്തിയുമുള്ളവരായിരുന്നു. അതുപോലെ ചെറുപ്പത്തിൽ തന്നെ കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. അതുപോലെ അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാമെന്നാണ്. ഒന്നാമത്തത്, മദ്ഹബിനെ നിരാകരിക്കുന്നവൻ ആരാണെന്നാണ് ഇമാമുകൾ പഠിപ്പിച്ചത്? മദ്ഹബുകളെ നിരാകരിക്കുന്ന ആളുകൾ ആരാണെന്നാണ് പഠിപ്പിച്ചത്? അവരാണ് മുബത്തദിഊകൾ, അതായത് പുത്തൻവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. 2, അബൂ ഹനീഫ റഹിമഹുല്ല ഇമാം
പേരിൽ കണ്ടിട്ടുള്ള സ്വഹാബി ആര്? ഇമാം നേരിൽ കണ്ടിട്ടുള്ള, അതായത് അബൂ ഹനീഫ ഇമാം നേരിൽ കണ്ടിട്ടുള്ള സ്വഹാബി ആരാണ്? അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നവരാണ്, സ്വഹാബിയാണ്. ഇനി അടുത്ത ചോദ്യം 3. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മദ്ഹബ് ഏത്? അത് നമ്മുടെ മദ്ഹബ് തന്നെയാണ്. ആണോ? അല്ല, അത് നമ്മുടെ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബായ ഹനഫി മദ്ഹബാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത് ഷാഫി മദ്ഹബാണ്. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള മദ്ഹബ് അത് ഹനഫി മദ്ഹബും, എന്നാൽ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അത് ഷാഫി മദ്ഹബുകാരാണ് കൂടുതൽ. 4. 1,00,000 ഹദീസുകൾ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയ മദ്ഹബിൻ്റെ ഇമാം ആരാണ്? സ്വന്തം കൈകൊണ്ട് 1,00,000 ഹദീസുകൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അതാരാണ്? ഇമാം മാലിക് ബിൻ അനസ് റഹ്മഹുല്ലാ. 5. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ആവിഷ്കരിച്ച വിജ്ഞാന ശാഖയാണ് ഏത്? ഉസൂലുൽ ഫിഖ്, കർമ്മശാസ്ത്ര നിദാന എന്ന് പറയുന്നത്, കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം. ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കാം എന്നുള്ളത്. 1. ഹദീസ് പാരായണത്തിന് മുമ്പ് ഇമാം മാലിക് റഹ്മഹുല്ലാ ഒരുങ്ങിയത് എങ്ങനെയായിരുന്നു ഒരുങ്ങിയത്? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യായിരുന്നു? ഹദീസ് പറയാൻ തുടങ്ങും മുമ്പ് എന്ത് ചെയ്യും? കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്യുമായിരുന്നു. 2. രാത്രി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ഭാഗിച്ചത് എങ്ങനെയായിരുന്നു? രാത്രി 3 ഭാഗിച്ച് ഒരു ഭാഗം നിസ്കാരത്തിന്, മറുഭാഗം അടുത്ത ഭാഗം വിജ്ഞാന സമ്പാദനത്തിനും, അതുപോലെ അടുത്ത ഭാഗം ഉറക്കത്തിനുമായിരുന്നു. ഇങ്ങനെ 3 തരത്തിൽ വിഭജിച്ചിരുന്നത്. ചോദ്യം 3. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായെ പറ്റി ഇമാം ഷാഫി റഹ്മഹുല്ലാ പറഞ്ഞത് എന്താണ്? അത് ഇതാണ്: കർമ്മശാസ്ത്ര വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാവരും അബൂ ഹനീഫ റഹ്മഹുല്ലയുടെ ആശ്രിതരാണ് എന്ന് ഇമാം ഷാഫി റഹ്മഹുല്ല പറയുകയുണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1. ഇന്നൽ ഇസ്നാദ ഫി മിനൽ ഡാഷ് വലൗ ല ഇസ്നാദ ലഖാല മൻ ഡാഷ് മാ ഷാ. ഇന്നൽ ഇസ്നാദ മിനൽ ദീനി വലൗ ലൗൽ ഇൻസാന വലൗ ലൽ ഇസ്നാദ ലഖാല മൻ ഷാ മാ ഷാ എന്നവിടെ വരും കേട്ടോ. 2. ഇമാം മാലിക് റഹ്മഹുല്ലാനെ ആശ്രയിക്കാതെ ഡാഷ് പഠനം സാധ്യമാവുകയില്ലെന്ന് ഇമാം ഡാഷ് പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മഹുല്ലാനെ ആശ്രയിക്കാതെ ഹദീസ് പഠനം സാധ്യമാവുകയില്ലെന്ന് ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാന പ്രവർത്തനമാണ് ജനനസ്ഥലം എഴുതാം എന്നുള്ളതാണ്. 1. ഇമാം ഷാഫിഈ റഹ്മഹുല്ല, അവിടുത്തെ ജനനസ്ഥലം ഫലസ്തീനിലെ ഗസയിലാണ്. 2. ഇമാമുൽ മാലിക് എന്നവർ, അതായത് ഇമാം മാലിക് റഹ്മഹുല്ല, അദ്ദേഹം മദീനയിലാണ് ജനനം. 3. അൽ ഇമാമു ഹനഫി അബൂ ഹനീഫ ഇമാം, അദ്ദേഹം കൂഫയിലാണ് ജനനം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. അതുപോലെ നമ്മൾ ആ മദ്രസ മലയാളം എന്ന് പറയുന്നതിൽ ബയോഡാറ്റ രീതിയിലാണ്, പട്ടിക രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പഠിക്കാനൊക്കെ സുഖമാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ അതൊക്കെ നോക്കി നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.